Hey people, welcome back to my YouTube channel Cute Psychos. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോകളും സാധനങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും പരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ എന്തായാലും നമ്മൾ നോക്കണതാണ്. അപ്പോൾ ഇന്ന് വന്നിക്കണേന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ സീനായിട്ട് വന്നിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പുരാൻ ഇന്ന് റിലീസായി. നമ്മൾ ഇന്ന് രാവിലെ ഡിയോണിനെ ഓർമ്മയില്ല നമുക്ക്, ഞാൻ ഡിയോൺ പിന്നെ നമ്മൾ അർജുൻ നമ്മൾ 3 പേരും കൂടിയിട്ട് ഇവിടെ തൃശ്ശൂർ തൃപ്രയാറുള്ള VB പോയിട്ട് നമ്മൾ സിനിമ കണ്ടു. ഫാൻസ് ഷോ. ഇറ്റ് വാസ് ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് ഒരു ഫാൻസ് ഷോ ആയിട്ട് അങ്ങനെ കയറി പോണത്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഇനി നമുക്ക് ആ സിനിമയുടെ കുറേ കാര്യങ്ങളും എനിക്ക് തോന്നിയത് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളും എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആൻഡ് ഫോർ മീ ദ മൂവി വാസ് ജസ്റ്റ് ലൈക്ക് ആൻ ആവറേജ് കൈൻഡ് ഓഫ് മൂവി. അത് എന്തുകൊണ്ടാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് പൃഥ്വിരാജിൽ നിന്ന് തന്നെ തുടങ്ങാം. പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ അത് കിട്ടുക്കാച്ചിയാക്കിയിട്ട് എല്ലാ സാധനങ്ങളും വിഷ്വലൈസേഷൻ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. കാരണം മലയാളത്തിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയിലേക്ക് ദിസ് ബിഗ് ബഡ്ജറ്റിൽ അത്ര കിഡിലോസ്കി ആക്കിയിട്ടുള്ള ഒരു സാധനം വിഷ്വലി നമുക്ക് കാണിച്ചു തരാൻ പൃഥ്വിരാജ് ചെയ്തിരിക്കണം. പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ഹി ഹാവ് ഡൺ ഹിസ് ബെസ്റ്റ്. പക്ഷെ ഇനി പറയാൻ കുറേ ഫ്ലോസുകൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പടം കണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ അങ്ങനെ ലിറ്ററലി നമ്മളെ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്തിൽ നടക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളും റയറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കണ ഒരു പോർഷൻ ഉണ്ട്. ദാറ്റ് വാസ് ടു ഗുഡ്. ലൈക്ക് അതിൽ വയലൻസ് ആണ്, മാർക്കോ പോലത്തെ മറ്റേ എന്തിനോ വേണ്ടിയുള്ള വയലൻസ് ഒന്നുമില്ല, വയലൻസ് ആണ്, പക്ക വയലൻസ്. അതെന്താണ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് ഇൻറ്റൻസ് ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ആംബിയൻസും ലൈറ്റിംഗ് ആണെങ്കിലും ആ സംഭവം ലൈക്ക് ഈവൻ ദ സൗണ്ട് എല്ലാ പരിപാടികളും കിട്ടില്ലനായിട്ട് ആ ആദ്യത്തെ അരമണിക്കൂർ കില്ലറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായിരുന്നു, പിന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ മോഹൻലാലും വരാത്ത, എന്താ ലാലേട്ടൻ വരാത്ത എന്നുള്ളൊരു സാധനത്തിൽ നമ്മളിങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ലൈക്ക് ഫസ്റ്റ് എൻട്രി സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ് ആ സാധനമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ലാലേട്ടനെ എപ്പോൾ സ്ക്രീനിൽ കാണിച്ചാലും സ്ലോ മോഷനിൽ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഫുൾ സ്ലോ മോഷൻ. ആ സ്ലോ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഇപ്പം നമ്മുടെ സാഗർ ഇലിയാസ്, ജാക്കി, ബിഗ് ബി, അൻവർ അങ്ങനെ കുറേ പടത്തിൽ നമ്മൾ സ്ലോ മോഷൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ സ്ലോ മോഷൻ പോലെയല്ല, ആ സ്ലോ മോഷൻ ഒന്നും കൂടി സ്ലോ ആക്കിയ പോലെയാണ് സാധനം. എന്താ നടക്കണ ആ ഒരു സാധനത്തേക്ക് നമ്മൾ എത്തിക്കും. അത് എനിക്ക് ഭയങ്കര ലാഗായി തോന്നി. കാരണം ലൈക്ക് ഒരു ഫസ്റ്റ് ലൈക്ക് നമുക്ക് ലൈക്ക് ആ എന്റർടൈനിങ് ഫാക്ടർ നമുക്ക് ഓക്കെ വിഷ്വലി ഇറ്റ് വാസ് ഗുഡ്. ബട്ട് ആ ഒരു എന്റർടൈനിങ് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കണു. പാവം ലാലേട്ടന് ഡയലോഗ്സ് ഇല്ല, ഡയലോഗ്സ് ഭയങ്കര കുറവാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് നമ്മൾ അർജുൻ ഉണ്ടായിരുന്നല്ലോ, അവ അങ്ങനെ പറയാൻ വെച്ചാൽ ഫുള്ള് ഹിന്ദി ഇംഗ്ലീഷും മാത്രം പറയണുള്ളൂ, മലയാളത്തിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു സാധനമൊക്കെ പറയണ്ടായിരുന്നു. അതൊക്കെ തോന്നും. പക്ഷെ എന്നാലും ഇതിലുള്ള ഓരോ ക്യാരക്ടറാണെങ്കിലും നമ്മളെ വില്ലനായിട്ട് വന്ന ആളുടെ പേരെന്തായിരുന്നു, ഒരു മിനിറ്റ്, ഒന്ന് സുകാന്ത് ഗോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, മുന്നായിട്ട് അഭിനയിച്ച ആളും, പിന്നെ മറ്റാളുടെ പേരെന്തൊട്ടായിരുന്നു, ആളുടെ പേര് ഇതിലില്ല, IMDb കൊടുത്തിട്ടില്ല. ഓക്കെ, ബട്ട് ഐ ന്യൂ ഹിസ് നെയിം. എന്തായിരുന്നു ആളുടെ പേര്, 1 minute. ഇതിൽ വില്ലനായിട്ട് വന്നിക്കണം അഭിമന്യു സിംഗ്. ദിസ് ഗായ് അഭിമന്യു സിംഗ് അത്യാവശ്യം അടിപൊളിയായിട്ട് ആളുടെ സാധനങ്ങൾ കാട്ടിയിട്ടുണ്ട്, നല്ല രസമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മുന്ന എന്ന് പറഞ്ഞ ആളുടെയും അഭിനയം ഇറ്റ് വാസ് നൈസ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലൈക്ക് ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് പറയാന്ന് വെച്ചാൽ ലാലേട്ടനെ കുറെ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിച്ചു. പിന്നെ ലാലേട്ടനെ കാണുമ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, ലൈക്ക് മേ ബി ബിക്കോസ് ഓഫ് ദ കോസ്റ്റ്യൂം എന്താന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു ബിംബം ഒരു സീൻ ഉണ്ടായില്ല, ലൈക്ക് ടൊവിനോ ആൻഡ് ലാലേട്ടൻ സംസാരിക്കണ ഒരു സീൻ ഇങ്ങനെ ഉണ്ട്. അതിൽ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു
ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. ലൈക്ക് ലിറ്ററലി നമ്മൾ ലാലേട്ടൻ പെരടിക്ക് എന്തെങ്കിലും പറ്റിയ എന്തൊട്ട് എങ്ങനെ നിൽക്കണേ എന്നുള്ളൊരു സാധനം നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം ഇരിക്കാറുണ്ട്. എൻ്റെ മൈൻഡിലേക്ക് ഇതെന്ത് ഇങ്ങനെ ലൈക്ക് ഒരു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒരു മൂഡ് ഉണ്ടായിരുന്നു. പിന്നെ പറയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ പൃഥ്വി ആസ് എ ഫാൻ ബോയ് ഓഫ് ലാലേട്ടൻ ഹി ഹാവ് ഡിഡ് സംതിങ് എന്നുള്ളൊരു സാധനമുള്ളൂ. കാരണം നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞുള്ള ഒരു മൂവി നമ്മൾ അങ്ങനെ കണ്ട ഒരു മൂവിയാണ്. ആ ലൂസിഫറിന്റെ ആ ഒരു സാധനം വെച്ച് നോക്കുമ്പോൾ ഇമ്പുരാൻ വാസ് ഓക്കെ വൺ ഓഫ് ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നു. പിന്നെ അതിൽ ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ബിഗ് ബഡ്ജറ്റ് ആവാനുള്ള കാരണം എന്ന് ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ ഓക്കെ ഒന്ന് ഹെലികോപ്റ്ററിന്റെ ആ ഹെലികോപ്റ്റർ സീനൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടിലോസ്റ്റിയായിരുന്നു. അതല്ലാണ്ട് ബിഗ് ബഡ്ജറ്റ് ആവാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് പോയിട്ട് കാണിക്കണ ലൈക്ക് ഓരോ സ്ഥലം ലൈക്ക് ഖുറേഷി എന്ന് പറയുന്ന നമ്മളെ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന നമ്മളെ ലാലേട്ടൻ ആളുടെ ഒരു ഹോൾഡും ആളുടെ റീച്ച് എത്ര ഉണ്ടെന്ന് കാണിക്കാനായിരിക്കും ഇങ്ങനെ ഓരോ സ്പോട്ടുകളും കാണിക്കേണ്ടായിരുന്നത്. പക്ഷെ ആ കാണിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നിപ്പോ എന്തിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് അങ്ങനെ അല്ലാണ്ട് നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് വഴി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഞാൻ ഭയങ്കര അധികാരിയായി ഇങ്ങനെയൊക്കെ പറയുമ്പോ മറ്റേ എന്തുട്ട് ഇങ്ങനെ പറയണോ ഞാൻ ഒരു ഫിലിം അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ഞാൻ വിഷ്വൽ മീഡിയയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഫിലിം അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിന്മയി മാമാണ് ഇത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ആ ചിന്മയി മാം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ചെറിയ ഒരു സീരീസോ ഷോർട്ട് ഫിലിം വരെ കാണുമ്പോൾ വരെ നമുക്ക് പണ്ട് കാണുന്ന പോലെ ആസ്വദിച്ചിരുന്ന് കാണുന്നതിലും കൂടുതൽ നമ്മളത് അനലൈസ് ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആ ലൈറ്റിങ് അവർ ക്യാമറ വെച്ചിരിക്കുന്ന രീതി അവർ ഈ സാധനം ഇത് വേറൊരു തരത്തിൽ ചെയ്തുകൂടെ എന്നൊക്കെ നമുക്ക് ഉള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതിലും കൂടി ആയിട്ടാണ് ഞാൻ പറയുന്നത് ലൈക്ക് അത് അത്ര അങ്ങോട്ട് വേണമായിരുന്നോ എന്ന് തോന്നിപ്പോയി. അത്ര കാശ് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ സീനുകൾ അങ്ങനെ ഒന്നും കാണിക്കാണ്ട് കുറച്ച് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വേറൊരു തരത്തിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാശ് ലാഭിക്കായിരുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ സീൻ ആന്റണി പെരുക്ക് ഞാൻ കുറച്ച് റിവ്യൂവേഴ്സ് ഒക്കെ പറയണം ഇങ്ങനെ കേട്ടു ആന്റണി പെരുമ്പാവൂർ എന്തിനാ ഇവിടെ വന്നിരിക്കണം. ബട്ട് ആന്റണി പെരുമ്പാവൂർ ആളെ വെറുതെ ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ലൈക്ക് വി ആസ് ആശീർവാദ് പ്രൊഡക്ഷന്റെ ഫാൻ എന്നൊക്കെ പറയണ പോലെ ആളെ കാണുമ്പോൾ നമുക്കൊരു സാധനം വന്ന് അതും ഞാൻ ഇതുവരെയായിട്ടും ആന്റണി പെരുമ്പാവൂരിന് ഇങ്ങനെ കുറെ ഡയലോഗ്സും അങ്ങനെയുള്ള ഒരു സാധനം ഒന്നും കണ്ടില്ല. പക്ഷെ ഇതിൽ ലൈക്ക് ലിറ്ററലി നിയർലി 10 മിനിറ്റ്സിന് അടുത്തോ അങ്ങനെ ആയിട്ട് ആൾക്ക് ഡയലോഗ്സ് ഉണ്ട്. ഡയലോഗ്സ് കുറച്ച് മാസമൊക്കെ അടിച്ച സാധനം ഉണ്ട്. അതേപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മോൻ മാൻ ഹി ലുക്സ് ലൈക്ക് ഒരു ചെറിയൊരു വിജയുടെ എന്തോ ഒരു കട്ടൊക്കെ ഉണ്ട്. ആളും അടിപൊളിയായിരുന്നു. പിന്നെ മഞ്ജു വാര്യർ ആള് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വരുന്ന ഒരു സീൻ ഉണ്ട്. ആ സീൻ മാത്രം ലൈക്ക് ആ കോസ്റ്റ്യൂം എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു മനസ്സിലായി. ലൈക്ക് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ തന്നെ ചെയ്യായിരുന്നു. ഇതിപ്പോ മറ്റേ അല്ല അതിനെ പൊളിറ്റിക്കലി പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും. പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 പാട്ട് ലൈക്ക് ലാസ്റ്റത്തെ ഫൈറ്റിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ആ പാട്ടും ആ ഫൈറ്റും തമ്മിൽ ഒരുമാതിരി വരും. പിന്നെ ഫൈറ്റിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടങ്ങോട്ട് വലിച്ചിടുകയും ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ബാഡായി തോന്നി. ലൈക്ക് ബാഡല്ല ഒരു ഭയങ്കര ഇതെന്താ ഇങ്ങനെ ആക്കിയേ എന്നുള്ളൊരു സാധനം. പിന്നെ മെയിൻലി ലാലേട്ടന്റെ കോസ്റ്റ്യൂംസ് ലൈക്ക് എന്തോ ഖുറേഷി എബ്രഹാം ആണ് ലൈക്ക് ദാറ്റ് ഡോൺ തിങ്ക് ചെയ്ത് ഡോണും അല്ല കിങ് മേക്കർ എന്നൊക്കെ പറയുന്ന പോലെ അതാണെങ്കിലും ബട്ട് ആ ഒരു കിങ് മേക്കറിന് പറ്റിയ പോലത്തെ ഒരു ഡ്രസ്സായിട്ട് തോന്നിയില്ല. ജസ്റ്റ് മൈ പോയിന്റ് ഓഫ് വ്യൂല് പറയാണ്. പിന്നെ എന്താ മണിക്കുട്ടൻ സുരാജ് ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ നൈല ഉഷയുടെ ക്യാരക്ടർ ആണെങ്കിലും മറ്റേ നമ്മളെ ലൂസിഫറിൽ ഷീ ഹാഡ് സംതിങ് ടു ഡു. ഇതില് മറ്റേ പണ്ടുള്ളത് അങ്ങനത്തെ ഒരു സാധനം പോലെ തോന്നി. പിന്നെ ബാക്കിയെല്ലാം രസമായിരുന്നു. ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഒരു 1 ടൈം വാച്ച് ആയിട്ട് കാണാം. നമ്മൾ ഇമ്പുരാൻ എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു ഹൈപ്പ് നമുക്കിപ്പോ ലാലേട്ടനാണെങ്കിലും എല്ലാരും കൂടി പൃഥ്വിരാജും ഒക്കെ കൂടി നമുക്ക് ഒരു നല്ലൊരു ഹൈപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പ് വെച്ച് നോക്കുമ്പോ ആ ബെഞ്ച് മാർക്ക് ആയില്ല. ലൂസിഫർ വാസ് ദാറ്റ് ഇമ്പുരാൻ ഓക്കെ എന്ന് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് കൈൻഡ് ഓഫ് മൂവി അത്ര പറയാൻ തോന്നിയുള്ളൂ. പിന്നെ വീണ്ടും പറയുന്നത് പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ഹി ഹാവ് ഡൺ ദ ബെസ്റ്റ്. ഈവൻ
നമ്മളെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി, സീൻസ്, നമുക്ക് പിന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും ശരി, എന്തൊക്കെയോ അങ്ങനെ ഒരു നമുക്ക് അങ്ങോട്ട് കണക്ഷൻ കിട്ടാൻ. ലൈക്ക് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ 2-3 ചേട്ടന്മാർ ഇങ്ങനെ ഇരുന്ന് പറയണ്ടായിരുന്നു, മനസ്സിലാവാൻ പോലും ഒരു ഇതാവല്ല, ഒരു നമ്മൾ ഓഡിയൻസിനായിട്ട് കുറെ കാര്യങ്ങൾ കണക്ട് ആവാത്ത പോലെ ആയി പോലെ തോന്നി. പിന്നെ എന്തോ പിന്നെ അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു കിടിലം ഫൈറ്റ് ഉണ്ട്. അതാണ് ലൈക്ക് ഈ സിനിമയിൽ ഫുള്ളിൽ എനിക്കൊരു ലൈക്ക് റൊമാൻറ്റിഫിക്കേഷൻ മൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റ്. ഇന്റർവെൽ പഞ്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ബട്ട് ദാറ്റ് ഫൈറ്റ് മാൻ, ഇറ്റ് വാസ് ടു ഡാം ഗുഡ്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ പൃഥ്വിയുടെ ഡയറക്ടർ ബ്രില്യൻസ് എന്നും പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പല സ്ഥലത്തും എല്ലുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലി കൂടി കണക്ഷൻ, മറ്റേ എൽക്കട്ടല്ല, ലൂസിഫറിന്റെ എല്ലെന്നും പറഞ്ഞിട്ടുള്ള ആ എല്ലിങ്ങനെ കുറെ വരലും, പിന്നെ ഇതേപോലെ തന്നെ മറ്റേ ക്രോസിന്റെ ഇത് കാണിക്കലും ആയിട്ടുള്ള അങ്ങനെ കുറെ സാധനങ്ങൾ പൃഥ്വി അതിലിങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ, ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും. പിന്നെ ഫസ്റ്റ് നമ്മൾ എഴുതി കാണിക്കണ ലൈക്ക് ഫസ്റ്റ് പേരൊക്കെ എഴുതി കാണിക്കണ ആ ഒരു സീനില് അതിന്റെ ആനിമേഷൻ ഇസ് ടു ഗുഡ്. ലൈക്ക് അതിൽ കാണിക്കണ വെച്ചാൽ ആൾക്കാർ കത്തണേന്റെ ഇതാണ് കാണിക്കണേ, ലൈക്ക് കത്തണു ആ ഒരു സംഭവം. അതിന് തന്നെ കണക്ഷൻ കട്ടായിട്ട് ഒരു സീനിലുണ്ട്. ലൈക്ക് ഇവരിങ്ങനെ കത്തലും തീയും മറ്റേ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ ലൈക്ക് റീസെന്റ് കേരള എന്നും പറഞ്ഞാൽ ഇപ്പത്തെ കേരള എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിലും അതിന് കണക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ കത്തിന്നിട്ട് ലൈക്ക് യെല്ലോ കളർ, അതൊരു എന്താ പറയാ തീ പോലൊക്കെ തോന്നിക്കണ പോലെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കത്തിന്നിട്ട് പിന്നെ പെട്ടെന്ന് കണ്ട് ഓഫ് ആവുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞാൽ റീസെന്റ് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് ഇറ്റ് വാസ് ടു ഗുഡ്, ഭയങ്കര റിയലി ഗുഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോ എത്ര പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, മലയാളത്തിലത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റും നല്ലൊരു ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു മൂവി അങ്ങനെ ആക്കിയിട്ട് പറയുമ്പോൾ ദ സ്ക്രീൻ ലൈക്ക് ദ സീൻസ് എവറിത്തിങ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ശരി, പിന്നെ നമ്മളെ ഉള്ള ഇതേ പറഞ്ഞ പോലെ ചവറ് പോലെ ഒരു ലോഡ് വില്ലന്മാരെയും ഒരു ലോഡ് ആൾക്കാരിങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് നമുക്ക് ലൈക്ക് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഇപ്പോ ആ സിനിമ കഴിഞ്ഞ് വരുമ്പോ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോ നമുക്ക് ആദ്യത്തെ ഓരോ ഡയലോഗ്സ് ആണെങ്കിലും ആദ്യത്തെ ഓരോ ക്യാരക്ടറിനാണെങ്കിലും ഒക്കെ തന്നെ നമുക്കൊരു നമ്മ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പോലെയുള്ള ഒരു സീനാണ്. പിന്നെ നമ്മളൊരു 10-12 പ്രാവശ്യം നമ്മൾ ആ ലൂസിഫർ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇമ്പുരാൻ സിനിമ കഴിഞ്ഞ് നമ്മ തിരിച്ച് എത്തുമ്പോ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെണ്ടായേ കൊറേ വെടി പോക, ഇത് ഫുൾ സ്ലോ. ശരിക്കും ലിറ്ററലി നമ്മളെ ലാലേട്ടനെ ഇത്ര സ്ലോ ആക്കിയിട്ട് ഇതാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചില മാസ് സീനിലൊക്കെ ഇറങ്ങി വരുമ്പോ ആ ആളുടെ കോസ്റ്റ്യൂം ലൈക്ക് ആ ഡ്രസ്സ് ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ആൾ ഇറങ്ങി വരുമ്പോ നമുക്ക് ലൈക്ക് ദാറ്റ് മാസ് എന്നുള്ള സ്ഥലം അച്ചു അവിടെ കുത്തുവരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഫീലിലേക്കാണ് വരുന്നത്. അല്ലാണ്ട് ആ മാസ് ആ സാധനമായിട്ട് കിട്ടാനില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോ ഗൈസ് എന്റെ ഈ വീഡിയോ ഇതിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് വെൻ ഐ വാസ് സേയിങ് കുറച്ച് റിപ്പീറ്റഡ്ലി ആയിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. പക്ഷെ ആസ് എ ഓഡിയൻ എനിക്ക് ഈ പടം അത്ര അങ്ങോട്ട് സെറ്റായില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ചെറിയ ചെറിയ മൈന്യൂട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതേപോലെ ഇങ്ങനെ തോന്നി, അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഇതേപോലെ നിങ്ങളെ മോട്ടിവേഷനും നിങ്ങളെ ഓരോ ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമന്റിൽ പറയുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അതിലായാലും പറഞ്ഞാൽ മതി. അപ്പൊ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടി അടിപൊളിയും നല്ലയും വീഡിയോയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ കുറേ ലാഗ് ഇല്ലാണ്ട് പെട്ടെന്ന് ആക്കിയിട്ട് നമുക്ക് ഓരോ പരിപാടികൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ക്യൂട്ട് സൈക്കോ സൈനിങ് ഓഫ്. ആക്ച്വലി സൈനിങ് ഓഫ് കണ്ട് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ വലിയൊരു കാര്യം പറഞ്ഞത്. സായ്കുമാർ ലൈക്ക് സായ്കുമാറിനിപ്പോ ലൈക്ക് കുറച്ച്
വയ്യാണ്ടിരിക്കുക ആൾക്ക് ലൈക്ക് നടത്തത്തിനും ഒക്കെ ഇപ്പൊ കുറെ സീനായിട്ടിരിക്കുക. ബട്ട് പൃഥ്വി ആള് ലൈക്ക് സായികുമാറിന് ലൈക്ക് കുറെ നടക്കണം അങ്ങനത്തെ ഇതൊന്നും അല്ല. പക്ഷെ ആളവിടെ ഇരുന്നിട്ട് ആളെ പറയുന്ന ഡയലോഗ്സും ആളുടെ മറ്റേ സാധനമല്ലോ ലൂസിഫറിൽ ഇതല്ലേ ശരിക്കും ആരാ എന്റെ തന്ത എന്ന് ചോദിക്കണ ഒരു സീനൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ആളുടെ കുറെ സായികുമാറിന്റെ കുറെ സാധനങ്ങൾ കുറച്ച് നൈസായിരുന്നു. ആളുടെ അഭിനയമാണെങ്കിലും ആളവിടെ ഇരുന്നിട്ട് ലൈക്ക് ലിറ്ററലി ദാറ്റ് ലെജൻഡ് ഗായ് ലൈക്ക് ആളിരുന്ന് അതാക്കി ആ ഒരു വർത്താനവും ആളുടെ ആ ഒരു സാധനങ്ങളും ഇറ്റ് വാസ് ടു ഗുഡ്. പറയാൻ മറന്നുപോയി, അത് പറയാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നതാണ്. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും പോയി സിനിമ കാണാം. ഇനി നിങ്ങൾക്കൊക്കെ വേറെ അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പൊ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണേ. അപ്പൊ നിങ്ങൾ പോയി കാണാം. അത് കണ്ടിട്ട് എങ്ങനെയെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ ഇടുക. അപ്പോൾ അറിയാലോ ആൾക്കാരുടെ ലൈക്ക് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. സോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ആക്കാം. അപ്പോ യാ, ഇറ്റ് ഈസ് ക്യൂട്ട് സൈക്കോ സൈനിങ് ഓഫ്.